ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾ അവരെ ശ്രദ്ധിക്കരുത് കേട്ടോ. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നോ പ്രോബ്ലം, അവിടെ ഇരുന്നോട്ടെ. നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക. നമ്മളിന്ന് മുതൽ നമ്മുടെ ഈ കൂടി വരവിൽ റോമാ ലേഖനം വാക്യങ്ങൾ, ഓരോ വാക്യങ്ങളോടെ നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കും. എത്രത്തോളം ദൈവം ഇത് ആഗ്രഹിക്കുന്നത്രത്തോളം പോട്ടെ, നമുക്കൊരു സ്റ്റെപ്പ് വെച്ച് ഒന്ന് തുടങ്ങാം എന്ന് ഞാൻ ആഗ്രഹിക്കുക. ഒരു നിമിഷം പ്രാർത്ഥിക്കും. കർത്താവേ, പരിശുദ്ധനെ സ്വർഗ്ഗസ്ഥനെ കൊണ്ട് നല്ല പിതാവേ, ഞങ്ങളുടെ കൂടി വരവിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ തരുന്ന കർത്താവേ, അല്പസമയം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് പഠിപ്പാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏതാത്മാവിൽ ഈ വാക്യങ്ങൾ എഴുതി വെച്ചുവോ അതേ ആത്മാവിൽ തന്നെ ഞങ്ങൾക്ക് അവിടുന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതേ ആത്മാവ് ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. കേൾക്കപ്പെടുന്ന വചനങ്ങളെ ചെവി കൊണ്ടല്ലേ കർത്താവേ, ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുവാനും കേൾക്കുവാൻ തക്കമുള്ള കർത്താവേ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കേൾക്കപ്പെടുന്ന വചനങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും കർത്താവേ, അല്ലെങ്കിൽ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് വചനത്തിന്റെ മുൻപിൽ വചനത്തെ അനുസരിക്കുന്നവനാണ് ശരിക്കും വിനയമുള്ളവൻ, അവനാണ് ശരിക്കും ഹംബിൾ. ആരാണ് ഒരു ഹംബിൾ ആയിട്ടുള്ള വ്യക്തി? ദൈവവചനത്തിന്റെ മുൻപിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവനാണ്. ബെൻഡ് മീ ഓ ലോർഡ്, എന്നെ ഒന്ന് വളയ്ക്കണമേ കർത്താവേ. ദൈവവചനത്തിന്റെ മുൻപിൽ കീഴടങ്ങുവാൻ തക്കവണ്ണം ഹല്ലേലൂയ, അതിനെ ഭയപ്പെടുവാനും അതിനെ സ്നേഹിപ്പാനും അതിനെ ആഗ്രഹിപ്പാനും അതിനെ ജീവിപ്പാനുമുള്ള കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുക്രിസ്തു നാമത്തിൽ തന്നെ. എബ്രായ ലേഖനം അതിന്റെ 10-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. എബ്രായർ 10:31 ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. അപ്പോസ്തലൻ സെയിന്റ് പോൾ, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്, ദൈവത്തിന്റെ കരങ്ങളിൽ വീണ ഒരു വ്യക്തിയാണ്. ദൈവം എടുത്ത് ഉപയോഗിച്ച ഒരു വ്യക്തി. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ ഡയറക്റ്റ് ഇന്റർവെൻഷനിലൂടെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വിളിച്ച് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് വേർപെടുത്തി രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവം തന്റെ രാജ്യത്തിന്റെ വിപുലനത്തിനായിട്ട് ഉപയോഗിച്ച ഒരു കർത്തൃദാസൻ, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്, അപ്പോസ്തലൻ സെയിന്റ് പോൾ. വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈ പ്രിയ തന്റെ മകനെ തന്റെ മഹാദയയില്, കരുണയില്, കൃപയില്, സ്നേഹത്തില് അപ്പോസ്തലനെ സുവിശേഷത്തിന്റെ ചീഫ് എക്സ്പോണന്റ് ആയിട്ട്, സുവിശേഷത്തിന്റെ മുഖ്യ വക്താവായിട്ട് ഉപയോഗിക്കുക പിന്നീട്, അല്ലേ? ഹല്ലേലൂയ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തനിക്ക് പുതിയ നിയമസഭയ്ക്ക് 14 എബ്രായ ലേഖനം അടക്കം 14 ലേഖനങ്ങൾ എഴുതി. പ്രത്യേകിച്ച് ദൈവം ജാതീയരുടെ ഇടയിൽ, ജാതീയ ജനങ്ങളുടെ ഇടയിൽ, ജെന്റൈൽസിന്റെ ഇടയിൽ ദൈവം ഉപയോഗിച്ചു. 3 മിഷണറി യാത്രകൾ ചെയ്തു, അനേക സഭകൾ സ്ഥാപിച്ചു, ഒരു സെക്കൻഡ് ലൈൻ ഓഫ് സുവിശേഷകന്മാരെ വളർത്തിക്കൊണ്ടുവന്നു. ഒരു നല്ല മെന്റർ ആയിരുന്നു, ഒരു നല്ല അഡ്വൈസർ ആയിരുന്നു, ഒരു സോഷ്യൽ വർക്കർ ആയിരുന്നു, ഒരു ചർച്ച് പ്ലാന്റർ ആയിരുന്നു, ഒരു നല്ല ഇടയനായിരുന്നു. എല്ലാ നിലയിലും ദൈവം ശക്തമായിട്ട് സുവിശേഷത്തിനായിട്ട് ഉപയോഗിച്ചൊരു വ്യക്തി അപ്പോസ്തലനായ സെയിന്റ് പോൾ. ഹല്ലേലൂയ. ഇത്രയും കൃപ ലഭിച്ച ഒരു ദൈവദാസൻ. ഹല്ലേലൂയ. നമുക്ക് നോക്കുമ്പോൾ അസൂയയോടെ നോക്കും ദൈവം എത്രത്തോളം ആ വ്യക്തിയെ ഹല്ലേലൂയ താൻ ഉപയോഗിക്കുന്നത്. ഈ 14 ലേഖനങ്ങൾ അപ്പോസ്തലൻ എഴുതിയെങ്കിലും ഈ 14 ലേഖനങ്ങളിലും ദൈവവചനത്തിന്റെ പുതിയ നിയമസഭയുടെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ ഉൾക്കാഴ്ചയുള്ള ഒരു പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു ലേഖനമാണ് The Epistle to Romans, റോമാ ലേഖനം. നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ വീണ്ടും ജനനത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ വിളിയോടുള്ള ബന്ധത്തിൽ എല്ലാ
ഉപദേശങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ഈ 16 അധ്യായങ്ങളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിലൂടെ നമുക്ക് എഴുതി തന്നിരിക്കുകയാണ്. റോമാലേഖനം ദൈവവചനത്തില്, പ്രത്യേകിച്ച് പുതിയ നിയമ പുസ്തകങ്ങളില് ഏറ്റവും കൂടുതൽ കമന്ററീസ് ഉള്ളത് റോമാലേഖനത്തിന്. റോമാലേഖനത്തിന് അനേകം കമന്ററീസ്, പ്രിഫേസസ്, കമന്ററീസ് ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് റോമാലേഖനത്തിനാണെന്ന് പറയപ്പെടുന്നത്. വളരെ പ്രശസ്തനായ ഒരു തിയോളജിയനും ക്രിട്ടിക്കുമായ സാമുവൽ ടെയ്ലർ കോളറിഡ്ജ്, ആ പ്രിയപ്പെട്ടവൻ റോമാലേഖനത്തെ കുറിച്ച് പറയുന്ന ഒരു കോട്ട് ഞാൻ വായിക്കാം. റോമൻസ് is the most profound work in existence. ഇന്ന് നിലനിൽക്കുന്നതില് അസാധാരണമായ ഉൾക്കാഴ്ചയിട്ടുള്ള ഒരേ ഒരു പ്രബന്ധം അത് റോമാലേഖനം മാത്രമാണ് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നതിൽ. സാമുവൽ ടെയ്ലർ കോളറിഡ്ജ് പറഞ്ഞ ഒരു കാര്യമാണ്. വളരെ ക്രിട്ടിക്കൽ തിയോളജിയും ഒരു റൈറ്ററായിരുന്നു. റിഫോർമേഷന്റെ ഒരു ഉത്ഥാനത്തിന് കാരണമായ വ്യക്തിയായിരുന്നു കാൽവിൻ. കാൽവിൻ റോമാലേഖനത്തെ കുറിച്ച് പറയുന്നത്, ഇറ്റ് ഓപ്പൺസ് ദ ഡോർ ടു ഓൾ ട്രഷേഴ്സ് ഇൻ ദ സ്ക്രിപ്ചർ. റോമാലേഖനം ഓപ്പൺസ് ദ ഡോർ ടു ഓൾ ട്രഷേഴ്സ് ഇൻ ദ സ്ക്രിപ്ചർ. വചനത്തിന്റെ കലവറ, നിധിയുടെ കലവറയിലേക്കുള്ള ഡോറ് തുറക്കുന്നത് റോമാലേഖനത്തിലൂടെ. ഹല്ലേലൂയ. മാർട്ടിൻ ലൂതർ പറയുന്നത് ദ ചീഫ് ബുക്ക് ഇൻ ന്യൂ ടെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ദ ചീഫ് ബുക്ക് ഇൻ ന്യൂ ടെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത് റോമാലേഖനത്തെ കുറിച്ച്. എന്തൊക്കെ ഇങ്ങനെ പറയാനുള്ള കാരണം, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് റോമാലേഖനം രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ. കാരണം അനേകരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, അനേകരെ അവരുടെ ജീവിതത്തെ സമൂലം മാറ്റിമറിച്ച ഒരു പുസ്തകമാണ് റോമാലേഖനം. നമ്മൾ ഇന്ന് കാണുന്ന ഈ ദൈവ തിരുവചനത്തെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത വില്യം ട്വിൻറ്റെയിൽ പറയുന്ന ഒരു കാര്യം, the more we study, the more pleasurable it becomes. റോമാലേഖനത്തെ കുറിച്ച് പറയുന്നത് എന്റെയും ഒരു എക്സ്പീരിയൻസ് അങ്ങനെ തന്നെയാണ്. ഞാൻ ഇതിപ്പോ 3ാമത്തെ ഒരു ഗ്രൂപ്പിലാണ് ഈ റോമാലേഖനം പഠിപ്പിക്കുന്നത്. നേരത്തെ ആയിരുന്ന സ്ഥലത്ത് ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും പഠിപ്പിച്ചിട്ടുണ്ട് റോമാലേഖനം. ഞാനും ഇപ്പോൾ എൻ്റെ നോട്ട്സ് ഒന്നും ഇല്ലാത്തതാണ് വീണ്ടും ഞാനിത് ഇരുന്ന് നോട്ട്സ് പുതുതായിട്ട് പ്രിപ്പയർ ചെയ്ത് ധ്യാനിച്ച് ആണ് നിങ്ങളുടെ പഠിക്ക വരുന്നത്. അപ്പൊ ഇതിങ്ങനെ ധ്യാനിച്ചപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് അന്ന് മനസ്സിലാകാതിരുന്നത് ദൈവം ഇപ്പോൾ ഇത് വെളിച്ചത്തായി വരുന്നത് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈ ദൈവവചന ചില ആഴങ്ങളെ, സത്യങ്ങളെ നമുക്ക് വെളിപ്പെട്ടിട്ടുമ്പോൾ വി ഫീൽ എ കൈൻഡ് ഓഫ് ഹാപ്പിനെസ്. ആ ഹാപ്പിനെസ് വേറെ ഒന്നിലും നമുക്ക് ലഭിക്കത്തില്ല. The more pleasurable it becomes. റോമാലേഖനത്തെ കുറിച്ച്. ഹല്ലേലൂയ. ഇത് ഈ ലേഖനത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ കാതലായ ഉപദേശങ്ങളെല്ലാം റോമാലേഖനത്തിലുണ്ട്. ദൈവവചനത്തിൽ കാതലായ ഉപദേശങ്ങളെല്ലാം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഈ ലേഖനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. റൂസോ ഒരിക്കൽ പറഞ്ഞു, man was born free, but everywhere he is in chains. റൂസ പറഞ്ഞത്, മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്, പിന്നീട് അവന്റെ വളർച്ചയിൽ ഈ ലോകത്തിൽ അവന്റെ ജീവിതത്തിൽ he is in chains എന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. ജോൺ ലോക്ക് എന്ന് പറയുന്ന ഫിലോസഫർ പറയുന്നത് മാൻ ഈസ് ബോൺ ആസ് എ ടാബുലാ റാസ, ഒരു ക്ലീൻ സ്ലേറ്റ് പോലെയാണ് അവൻ ജനിച്ചു വീഴുന്നത്, പിന്നീട് അവന്റെ ജീവിതത്തിലേക്ക് പലതും ചേർക്കപ്പെടുന്നതാണ്. റൂസ പറയുക, മനുഷ്യൻ ജനിക്കുന്നത് തന്നെ സ്വതന്ത്രനായിട്ടാണ്, പിന്നീട് അവന്റെ ജീവിതത്തിൽ അവൻ പല വിധത്തിലുള്ള ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു പോവുകയാണ്. ഇതിന് നേരെ
ഓപ്പോസിറ്റാ റോമാലേഖനം പഠിപ്പിക്കുന്നത്. റോമാലേഖനം പഠിപ്പിക്കുന്നത് മനുഷ്യൻ ജനിക്കുന്നത് തന്നെ പാപത്തിന്റെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട. ഈ സങ്കീർത്തനങ്ങൾ 51:5 നാം വായിക്കുന്നത്, എന്റെ അമ്മ എന്നെ പാപത്തിൽ സങ്കീർത്തനം 51 സങ്കീർത്തനം അതിന്റെ 5 വാക്യം. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഇപ്രകാരം പാപത്തിന്റെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ വ്യക്തമായ ചിത്രമാണ് റോമാലേഖനം വായിച്ചു കാണുന്നത്. നാം എത്രത്തോളം നഷ്ടപ്പെട്ടവരായിട്ടാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. ഹല്ലേലൂയ. ഇന്ന് വ്യക്തമായിട്ട് റോമാലേഖനം നമ്മുടെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള, വീണ്ടും ജനിക്കുന്നതിന് മുൻപുള്ള നമ്മുടെ അവസ്ഥ എന്ത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ റോമാലേഖനം വായിച്ച് മനസ്സിലാക്കാം. അത്ര കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു നാം എങ്ങനെയാണ് ജനിച്ചത്. ഹല്ലേലൂയ. എല്ലാവരും പാപികളാണ്. റോമാലേഖനം 3 എല്ലാവരും പാപികളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷേ ദൈവം തന്റെ കൃപയില്, തന്റെ കരുണയില്, തന്റെ മനസ്സലിവില് നമ്മെ വിളിപ്പാനും നമ്മളെ വിളിച്ച് വേർതിരിപ്പാനും നമ്മളെ ഈ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനൊക്കെ ദൈവത്തിന്റെ കൃപ നമ്മളോട് തോന്നി, കരുണ തോന്നി. അങ്ങനെ നാം ഇന്നിവിടെ ഈ ദൈവ ക്രിസ്തു തലയായി ശരീരമായിരിക്കുന്ന ഈ സഭയുടെ അംഗമായിട്ട് ഞാനും നിങ്ങളും നമ്മൾ ഇന്നിവിടെ ഇരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ അപ്പോസ്തലനാ ഇതിന്റെ 11 അധ്യായത്തിന്റെ 33 വാക്യം മുതൽ വായിക്കുമ്പോൾ, ദൈവത്തിന്റെ ധനം, ദൈവത്തിന്റെ ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. ദൈവം എത്ര കൃത്യമായിട്ടാ തന്റെ രക്ഷാപദ്ധതി ഒരുക്കിയത്, ദൈവം എത്ര കൃത്യമായിട്ട് അതിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ആ ഭാഗം ഒന്ന് വായിച്ച റോമാലേഖനത്തിൽ നമുക്ക് 10 അധ്യായത്തിന്റെ 11 അധ്യായത്തിന്റെ 33 വാക്യത്തിൽ, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാര്, അവന് മന്ത്രിയായിരുന്നവനാര്, അവന് വല്ലത് മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാര്. സകലവും അവനിൽ നിന്നും സകലവും അവനാലും അവങ്കലേക്കുമാകുന്നുവല്ലോ, അവനെന്നേക്കും മഹത്വം. നമുക്കൊന്നും കൂടാനില്ല. അപ്പോസ്തലൻ പറയുക, എല്ലാം അവിടെ നിന്ന് അവനായിട്ട് അവിടത്തിലേക്ക്. ദൈവത്തിന്റെ ആ ജ്ഞാനവും ദൈവത്തിന്റെ ആ കരവിരുന്നും ദൈവത്തിന്റെ ആ രക്ഷാ പദ്ധതിയെ കുറിച്ചൊക്കെ ഹല്ലേലൂയ അപ്പോസ്തലൻ വിവരിക്കുക. റോമാലേഖനം നാം പഠിക്കുമ്പോഴല്ലോ നാം പറഞ്ഞല്ലോ, വി ആർ ബോൺ ഇൻ ബോണ്ടേജ്. നമ്മള് ഒരു ബോണ്ടേജിലാ ജനിക്കുന്നത് തന്നെ. എന്ത് ബോണ്ടേജില്? ദൈവത്തിന്റെ നീതിയുള്ള കോപത്തിന്റെ ബോണ്ടേജില്ല, അല്ലേ? നമ്മള് ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിൽ നമ്മൾ ജനിച്ചു വീഴുന്നത് തന്നെ, അല്ലേ? അവിടുന്നല്ലേ നമ്മളെ വിളിച്ചു മാറ്റിയത്. ഈ ലോകത്തിൽ ജനിച്ച മനുഷ്യരെല്ലാവരും ദൈവത്തിന്റെ കോപത്തിന്റെ, നീതിയുള്ള കോപത്തിന്റെ കീഴിലാണ്. വി ആർ അണ്ടർ ദ wrath of God. 2, നാം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. നമ്മൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. റോമാലേഖനം റോമാലേഖനം മനസ്സിലാവുന്നു ഞാൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട അവസ്ഥയിലാണ്. പുറത്തുള്ള ഒരു വ്യക്തിയോട് പറഞ്ഞാൽ അവൻ വിചാരിച്ചിരിക്കുന്നത് ദൈവത്തോട് കൂടെ നടക്കുകയെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അവന്റെ ചിന്തയില്ല, ദൈവത്തിന്റെ ചിന്തയില് he is away from you. ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. ദൈവത്തിന്റെ ദൈവം നമ്മളിൽ നിന്ന് അന്യപ്പെട്ട അവസ്ഥയിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. അതിനിടയ്ക്ക് വന്ന് കയറിയ ന്യായപ്രമാണം
നമ്മളെ കുറ്റം ആരോപിച്ച്, നമ്മളെ കുറ്റപ്പെടുത്തി, നമ്മളെ കീഴ്പ്പെടുത്തി, നമ്മളെ തോൽപ്പിച്ച് നമ്മളെ അങ്ങ് നിരുത്സാഹപ്പെടുത്തി കളയുന്ന അവസ്ഥയിൽ നമ്മളെ വിടുവിച്ചു. ന്യായപ്രമാണത്തിന്റെ ആ കുറ്റാരോപണത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിച്ചുവെന്ന് റോമാലേഖനം നമ്മളെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദ്രവത്വത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു, അല്ലേ? അങ്ങനെയല്ലേ? 8-ാം അധ്യായം നാം വായിക്കുന്നുണ്ട്. ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. Hallelujah. The all deliverance from bondage. റോമാലേഖനം ഒരു മനുഷ്യന്റെ മുഴുവൻ, the all person, അവനെ ജനിച്ചപ്പോൾ അവന്റെ മേൽ ഉണ്ടായിരുന്ന, അവന്റെ മേൽ വാണിരുന്ന ആ ബോണ്ടേജസ് എല്ലാം, അല്ലെങ്കിൽ ആ ചങ്ങലകളിൽ നിന്നെല്ലാം എങ്ങനെ അവൻ വിടുവിക്കപ്പെടുന്നു, അവൻ എങ്ങനെ ആ ക്രിസ്തുയേശുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നത് എങ്ങനെയാ ഒരു വ്യക്തി ക്രിസ്തുയേശുവിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത് എന്നൊക്കെ പഠിപ്പിക്കുന്നത് റോമാലേഖനം. അതുകൊണ്ട് ആ റോമാലേഖനം നാം പഠിക്കണമെന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തില് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം ദൈവം തന്റെ കൃപയിൽ എനിക്ക് പഠിക്കുവാനും വായിക്കുവാനും സമയം സ്പെൻഡ് ചെയ്യുവാനും തന്ന ലേഖനമാണ് റോമാലേഖനം. റോമാലേഖന പഠനം ഒരു വ്യക്തിയെ സമൂലം മാറ്റും. ഒരു വ്യക്തിയുടെ ജീവിതത്തില് രക്ഷയെക്കുറിച്ചും ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ചും ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ ഒരു വ്യത്യസ്തമായ ഉൾക്കാഴ്ച നമുക്ക് തരും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ആഗ്രഹത്തോടെ ഈ പഠന പരമ്പരയിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ അതിന്റെ ആദ്യം ഏത് സമയത്ത് എഴുതാനുണ്ടായ സാഹചര്യം, ദ ഡേറ്റ് ആൻഡ് ഒക്കേഷൻ ഓഫ് ദിസ് എപ്പിസോഡ് അതൊന്ന് പറയാൻ ആഗ്രഹിക്കുക. ഡേറ്റ് ആൻഡ് ഒക്കേഷൻ. AD 57-58 കാലഘട്ടങ്ങളിലാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തന്റെ 3-ാം മിഷണറി യാത്രയിൽ കൊറിന്തിലായിരിക്കുമ്പോൾ, കൊറിന്ത് സഭയിലായിരിക്കും, ആ ദേശത്തായിരിക്കുമ്പോൾ, ആ സഭയിലായിരുന്ന അതിന്റെ അവസാന സമയങ്ങളിൽ ആണ് ഈ ലേഖനം എഴുതുന്നത്. റോമയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്ന ലേഖനമാണെങ്കിലും റോമയിലിരുന്ന് എഴുതുന്നതല്ല, കൊറിന്തിലിരുന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഴുതുന്ന ലേഖനമാണ്. തന്റെ ഈ കൊറിന്തിലായിരിക്കുന്ന അവസാന കാലത്ത് അപ്പോസ്തലൻ അവിടുന്ന് യെരൂശലേമിലേക്കും, യെരൂശലേമിൽ നിന്ന് റോമിലേക്കും, റോമിൽ നിന്ന് സ്പെയിനിലേക്കും പോകണമെന്നുള്ളൊരു തീരുമാനം, ഒരു ആഗ്രഹം ഉണ്ടാവുകയും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഈ കൊറിന്തിനടുത്തുള്ള ഒരു സഭയായിരുന്നു കെൻക്രയ സഭ. കെൻക്രയ സഭയിലെ ഒരു മാന്യ യുവതി ഫേബ, നിങ്ങൾ അധ്യായം വായിക്കും റോമാലേഖനമായി, ഫേബ എന്നൊരു വ്യക്തി ആ സ്ത്രീ റോമിലേക്ക് യാത്രയാകുന്നു എന്ന് അപ്പോസ്തലന് അറിവ് ലഭിക്കുകയും, അപ്പോൾ അതറിഞ്ഞ അപ്പോസ്തലൻ ഈ റോമിലുള്ള വിശുദ്ധന്മാർക്ക് ഒരു ലേഖനം എഴുതി ഫേബ എന്ന് പറയുന്ന ഈ യുവതിയുടെ കയ്യിൽ കൊടുത്തയക്കുകയാണ്. ഇന്നുള്ളതുപോലെ നമുക്ക് ഇമെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടാനോ അങ്ങനെയൊന്നും അങ്ങനെയായിരുന്നു. അന്നും പോസ്റ്റൽ സർവീസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് പൊളിറ്റിക്കലി ഒഫീഷ്യൽസിന് വേണ്ടി മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങൾ ഇങ്ങനെ ആരെങ്കിലും പോകുമ്പോൾ കയ്യിൽ കൊടുത്തു പിടിക്കുക. അത് നമുക്ക് ആ റോമാലേഖനം 15-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ഇത് ആരുടെ കയ്യിലാണ് കൊടുത്തു വിട്ടെന്നുള്ളത് മനസ്സിലാക്കാൻ 16-ാം അധ്യായത്തിന്റെ 1-2 വാക്യം വായിച്ചു നോക്കിക്കേ. നമ്മുടെ സഹോദരിയും സഭയിലെ ശുശ്രൂഷക്കാരിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാണെന്ന കർത്താവിന്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ പറഞ്ഞേൽപ്പിക്കുന്നു. അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. ഫേബ എന്ന സഹോദരി വഴിയാണ് ഈ ലേഖനം അപ്പോസ്തലൻ കൊടുത്തുവിടുന്നത്. അപ്പോ written by Paul at Corinth while he was staying in a
ബ്രദർ കോൾഡ് ഗായോസ്. ഗായോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ, കൊറിന്തിലായിരുന്നപ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പോൾ എഴുതിയ ഒരു ലേഖനമാണ് റോമാലേഖനം. ഇത് റോമിൽ എത്തിക്കുന്നത് ഫേബ എന്ന് പറയുന്ന കെംക്രയ സഭയിലെ ഒരു സഹോദരിയുടെ കയ്യിൽ കൊടുത്തുവിട്ടാണ്. ഹല്ലേലൂയ. ഗായോസിന്റെ ഭവനത്തിലാണോ എന്നറിയാനായിട്ട് 16-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വായിച്ചു നോക്കിയാൽ മതി. 16-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. 16-ന്റെ 23-ലേക്ക് വരുമ്പോൾ അവിടെ അത് മെൻഷൻ ചെയ്യുന്നു. 23-ല് എനിക്കും സർവസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഗായോസിന്റെ ഭവനത്തിലായിരുന്നപ്പോൾ എഴുതിയ ലേഖനമാണ് റോമാലേഖനം. ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഓർക്കുക, സഹോദരിമാർക്കും ദൈവ ശുശ്രൂഷയിൽ വളരെ സ്ഥാനമുണ്ട് അല്ലേ? നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന ആ കൃപയ്ക്കൊത്തവണ്ണം ശുശ്രൂഷ നമ്മളായിരിക്കുന്ന സമയത്ത് ചെയ്യുക എന്നുള്ളതാണ്. അത് സഹോദരനായാലും സഹോദരിയായാലും ഇവിടെ സഹോദരിയെയാണ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ അതിനോട് ചേർന്ന് പറഞ്ഞോട്ടെ. അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ ഇതുപോലെ തന്നെ മറ്റുള്ള പല ലേഖനങ്ങളും അപ്പോസ്തലൻ സ്വന്തം കൈയാലെ അല്ല എഴുതുന്നത്. മിക്ക പലതും താൻ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് വേറൊരാളെ എഴുതിയെടുക്കുക ചെയ്യും. ഈ ഡിക്റ്റേറ്റ്സ് ആൻഡ് അനദർ പേഴ്സൺ റൈറ്റ്സ് ഇറ്റ് ഡൗൺ. അങ്ങനെയാ ചെയ്യുന്നത്. മനസ്സിലായ പറഞ്ഞ? അപ്പൊ അത് നമുക്ക് ഇപ്പൊ ഈ ലേഖനം എഴുതിയെടുക്കുന്നത് തെർത്തോസ് എന്ന് പറഞ്ഞൊരു സഹോദരനാണ്. 16-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം നോക്കിക്കേ. 16-ന്റെ 22. ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്ന് ഞാൻ നിങ്ങളെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. അപ്പോ ഈ ലേഖനം എഴുതിയെടുത്തത് തെർത്തോസാ. ഇതിന്റെ പേരിൽ ചില കോൺട്രവേഴ്സി ഒക്കെ ഉണ്ട്. തെർത്തോസ് അപ്പോസ്തലനെന്ന് ഈ ലേഖനത്തിന്റെ പുസ്തകത്തിന്റെ ആദ്യം പറഞ്ഞിട്ട് ഇവിടെ പറയുന്നത് തെർത്തോസ് അല്ലേ? അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ അതിന് നിങ്ങൾക്ക് ആൻസർ ഉണ്ടായിരിക്കണം. ഇത് അപ്പോസ്തലൻ ഡിക്റ്റേറ്റ് പറഞ്ഞു കൊടുത്തിട്ട് തെർത്തോസ് എഴുതിയിരിക്കുന്ന ലേഖനം. ചില ലേഖനങ്ങളുടെ അവസാനം അപ്പോസ്തലൻ എന്റെ കയ്യാലെ വന്ദനം അല്ലേ വായിച്ചിട്ടില്ലേ? എന്റെ കയ്യാലെ വന്ദനം. അപ്പൊ അത്രയും നേരം വേറൊരാൾ എഴുതിയെടുക്കുവാനും പിന്നീട് താൻ പേന വാങ്ങിച്ച് താൻ എഴുതുക. എന്റെ കയ്യാലെ വന്ദനം എന്ന് നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. ഇത് ആർക്കാണ് എഴുതി എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് റോമിലെ എന്ന് ഞാൻ പറഞ്ഞല്ലോ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം കൃത്യമായിട്ട് ഇത് ആർക്കാ എഴുതിയെന്ന് അറിയാനായിട്ട് 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചു. പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. എന്ന് വെച്ചാല് അന്ന് റോമയിൽ ഒരു സ്പെസിഫിക് ആയിട്ട്, അതായത് കൊറിന്തില്, എഫെസോസില് അതുപോലുള്ള പ്രദേശങ്ങളിൽ ഉള്ള പോലത്തെ ഒരു സഭയില്ല റോമിൽ. കാരണം റോമയിൽ അന്നുണ്ടായിരുന്നത് ഹൗസ് ചർച്ചസാണ്. ഇതൊരു ഹൗസ് ചർച്ച്, ഇതേപോലത്തെ ഒരു ഹൗസ് ചർച്ചാണ് റോമിൽ ഉണ്ടായിരുന്നത്. അല്ലാതെ റോമിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അപ്പസ്തോലൻ പോയി സ്ഥാപിച്ച ഒരു സഭ അന്ന് അവിടെ ഇല്ല. ഞാൻ പറയാൻ കാരണം neither Peter nor Paul ആണ് റോമിൽ സഭ സ്ഥാപിക്കുന്നത്. കാരണം ചില സഭകൾ അങ്ങനെ ട്രഡീഷന്റെ പേരിൽ അവര് അവകാശപ്പെടുന്നുണ്ട് റോമയിലെ സഭ പത്രോസ് വഴി സ്ഥാപിച്ചതാണെന്നുള്ളത്. അതിന് ദൈവവചനത്തിലോ ചരിത്ര രേഖകളിലോ ഒരു തെളിവില്ല. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, കാത്തലിക് ചർച്ചുകള്, കാത്തലിക് സഭ പത്രോസ് സിംഹാസനം വെച്ച് പത്രോസ് സ്ഥാപിച്ച സഭയാണെന്നൊക്കെ അവകാശപ്പെടുന്നു. ഹല്ലേലൂയ. പക്ഷെ പത്രോസ് അല്ല അവിടെ, പത്രോസോ പൗലോസോ അല്ല അവിടെ സഭ സ്ഥാപിക്കുന്നത്. ഞാനങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ റോമാലേഖനം 16-ാം അധ്യായം വായിക്കുമ്പോൾ റോമാലേഖനത്തിന്റെ 16-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിളെ വന്ദനം ചെയ്യുന്നു പറഞ്ഞിട്ട് അല്ലേ? പത്രോസിന് വന്ദനം ചെയ്യുന്നു,
അക്വിലാസിനെ പ്രിസ്കില്ലയെ വന്ദനം ചെയ്യുന്നു, അനേകരുടെ കാര്യം. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, പത്രോസാണ് ആ സഭ അവിടെ സ്ഥാപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഡു യു തിങ്ക് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പത്രോസിനെ മിസ് ചെയ്യുന്നവിടെ? പത്രോസിന്റെ പേര് പറയുന്നില്ല. പത്രോസിന്റെ കയ്യാലാണ് അവിടെ ഒരു സഭ സ്ഥാപിക്കപ്പെട്ടതെങ്കിൽ അവിടെ ഒരിക്കലും പൗലോസ് അപ്പോസ്തലൻ പത്രോസിനെ മെൻഷൻ ചെയ്യാതിരിക്കില്ല. അതേപോലെ ദൈവവചനത്തിൽ നമ്മൾ മറ്റുള്ള ലേഖനങ്ങൾ വായിച്ചു നോക്കിയാൽ ആ സഭയോട് ബന്ധപ്പെട്ട് അവിടെ ആയിരിക്കുന്നവരെയൊക്കെ വന്ദനം ചെയ്യുന്നുണ്ട് ലേഖനത്തിൽ. ഈ റോമാലേഖനത്തിലും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനകത്ത് പത്രോസിന്റെ പേരില്ല. കൂടാതെ നിങ്ങൾ 15-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. 15-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. ഞാൻ മറ്റൊരു അടിസ്ഥാനത്തിന് പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല. പോളിന്റെ ഒരു പോളിസി അതാണ്. അതായത് വേറൊരു അപ്പസ്തോലൻ അടിസ്ഥാനമിട്ടതിന്റെ മേൽ താൻ അവിടെ വീണ്ടും ചെന്ന് പണിയാറില്ല. അപ്പസ്തോലനായ പോളിന്റെ ഒരു, ഇപ്പോൾ അപ്പസ്തോലനായ പത്രോസാണ് ആ ദേശത്ത് സഭ സ്ഥാപിച്ചതെങ്കിൽ താൻ ഒരിക്കലും ഇങ്ങനെ ഇത് പറയില്ല. മനസ്സിലായോ? അതായത് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, അന്ന് ഈ അപ്പസ്തോലൻ ഇവർക്ക് ലേഖനം എഴുതുമ്പോൾ ഏകദേശം 25 വർഷം, ഏകദേശം 25-26 വർഷങ്ങൾ കഴിഞ്ഞു. പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞിട്ട് 25-26 വർഷങ്ങൾ കഴിഞ്ഞു. കാരണം AD 57-58 അത്രയും നാള് അവിടെ ഒരു കർത്താവിന്റെ അപ്പസ്തോലന്മാർ സ്ഥാപിച്ചൊരു സഭയില്ല. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ ബ്രദറെ എങ്ങനെയാണ് അവിടെ ചർച്ച ഉണ്ടായത്? എങ്ങനെയാണ് അവിടെ ഹൗസ് ചർച്ചസുകൾ വന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നാം വായിക്കുമ്പോൾ, ആക്സിന്റെ 2:10 വായിക്കുമ്പോൾ, ആക്സിൻ 2:10 വായിച്ച് 2:10 വായിക്കുമ്പോൾ വായിച്ചു. മതി. അവിടെ ശ്രദ്ധിക്കണേ, അവിടെ അപ്പോസ്തലനായ വിശുദ്ധ പത്രോസിന്റെ പ്രസംഗം കേൾക്കുവാനായിട്ട് പല ദേശങ്ങളിൽ നിന്ന് വന്നവരുടെ പേര് പറയുന്നുണ്ട്. ആ പേര് പറയുന്ന കൂട്ടത്തിൽ റോമയിൽ നിന്നുള്ള ജനങ്ങളും ഉണ്ടായിരുന്നു എന്നവിടെ പറയുന്നുണ്ട്. യെരൂശലേമില് വായിച്ചില്ല നമ്മളിപ്പോൾ. അപ്പൊ ഒരുപക്ഷെ അന്ന് ഉണ്ടായിരുന്ന ദൈവദാസ് പത്രോസിന്റെ പ്രസംഗത്തിലൂടെയോ അവിടെയുള്ള യെരൂശലേമിലെ അപ്പസ്തോലന്മാരുടെ ശുശ്രൂഷ വഴിയോ രക്ഷിക്കപ്പെട്ട് മാനസാന്തരത്തിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ട് തിരികെ റോമിലേക്ക് പോയ ദൈവമക്കൾ, തിരികെ റോമിൽ ചെന്ന് അവരുടെ കുടുംബങ്ങളിൽ അവർ തുടങ്ങിയ ചെറിയ ചെറിയ സഭകൾ. മനസ്സിലായി? അതാണ് ഒരു ചാൻസ് ഉള്ളത്. രണ്ടാമത്, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്, നിങ്ങൾ അപ്പോസ്തല പ്രവർത്തികൾ നോക്കുകയാണെങ്കിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തന്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളാണ്. കൊറിന്ത്, എഫെസോസ്, കൊറിന്ത്, അല്ലെ, പിന്നെ ഏഥൻസ്, ഇങ്ങനെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലാണ് താൻ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലെല്ലാം റോമിൽ നിന്ന് വന്ന് പാർക്കുന്നവരുണ്ട്. റോമ പൗരത്വമുള്ളവരുണ്ട്. ഇവരുടെയൊക്കെ ഈ ഒരു അടിസ്ഥാനപരമായ സ്ഥായിയായ ആഗ്രഹം എന്തെങ്കിലും തിരിച്ചു റോമിൽ പോയി ജീവിക്കണം എന്നുള്ളതാണ്. തിരിച്ചു റോമിലോട്ട് പോകണം എന്നുള്ളതാണ്. കുറെ നാളിന് മുമ്പ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമില്ലാണ്ട് എങ്ങനെയും ഗൾഫിൽ പോയി ജീവിക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും US പോയി ജീവിക്കണം, ഇല്ലേ? എങ്ങനെയെങ്കിലും പോകണം. എൻ്റെ ഞങ്ങളുടെ ഒരു നാട്ടിലൊരു പുള്ളിക്കാരനുണ്ടായിരുന്നു. ഒരാൻറ്റി US വന്നു. ഇച്ചിരി പ്രായമുള്ള ആൻറ്റിയാണ്. അപ്പോൾ ആ അച്ചായൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് US ഞാൻ ഒരു കാര്യം ആൻറ്റി എങ്ങനെ ചോദിച്ചു. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവിടെ ചെന്നതിന് ശേഷം പിന്നെ ആൻറ്റി പ്രായമുള്ള ആൻറ്റിയെ കല്യാണം കഴിച്ചാണെങ്കിൽ അങ്ങോട്ട് പോയേക്കാം. അവിടെ ചെന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ രീതിക്ക് അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞ പോലെ റോമിൽ എങ്ങനെയും പോയിക്കാം.
അപ്പൊ ഇങ്ങനെ ഈ അപ്പസ്തോലനായ വിശുദ്ധ പൗലോസിന്റെ തന്നെ ശുശ്രൂഷ വഴി കൊറിന്തിൽ നിന്നും ഏഥൻസിൽ നിന്നും ഒക്കെ തിരിച്ച് റോമിലേക്ക് പോയ വിശ്വാസികളുണ്ട്. അവരവിടെ ചെന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയും ഒന്നിച്ചുകൂടി വരികയൊക്കെ ചെയ്തിരുന്നു അവരുടെ കുടുംബങ്ങളിൽ. നിങ്ങൾ ഓർക്കുന്നു, അക്വീല ആൻഡ് പ്രിസ്കില്ല കൊറിന്തിലായിരുന്നപ്പോൾ അവർ തിരിച്ചു റോമിലേക്ക് അവരവിടെ ചെന്ന് അവർക്ക് ഹൗസ് ചർച്ചസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ചർച്ചസ് ആണ് റോമിൽ അന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ അനേകം ഹൗസ് ചർച്ചസുകൾ, പല സഭകൾ ഉണ്ടായിരുന്നു. ഈ പല സഭകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇന്നുള്ള പോലെ പല സഭകൾ ആണോ. ഇന്നുള്ള പല സഭകളുണ്ടെങ്കിലും പല സഭകൾക്കും പല ഉപദേശങ്ങൾ. അന്ന് അങ്ങനെയായിരുന്നില്ല. പല ഹൗസ് ചർച്ചസ് ഉണ്ടെങ്കിലും ഉപദേശം ഒന്നായിരുന്നു. ഇന്ന് ഉപദേശങ്ങൾ വ്യത്യാസപ്പെടാൻ കാരണം എന്താണ്? ഇന്ന് ഡിനോമിനേഷൻ സ്പിരിറ്റ് ആണല്ലോ. പല സഭ, പല ഡിനോമിനേഷൻസ്. അന്ന് ഡിനോമിനേഷൻസ് ഇല്ല. ഓരോ ചെറിയ ചെറിയ കുടുംബങ്ങളിലെ വീടുകളിലെ ഹൗസ് ചർച്ചസ് അന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ പല സഭകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, കാരണം ഒരു ഭീമൻ, ഒരു മെഗാ ചർച്ച് അല്ല ദൈവം എപ്പോഴും എനിക്ക് തോന്നുന്നു ആഗ്രഹിക്കുന്നു. അല്ലെ? ചെറിയ ആട്ടിൻകൂട്ടം, ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ കൂട്ടമെന്നല്ല. കൂട്ടത്തിൽ കൂട്ടായ്മയില്ല, കൂട്ടായ്മയിൽ കൂട്ടുമുണ്ട്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് പരസ്പരം കുടുംബങ്ങൾ അറിയാവുന്നവരായിരിക്കണം, വ്യക്തികളെ അറിയാവുന്നവരായിരിക്കണം. നമുക്ക് പരസ്പരം അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് അവരുടെ പേരും അവരെന്താണെന്നും അവർ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ പരസ്പരം അറിയാവുന്നവരായിരിക്കണം. അതിനെപ്പോഴും ഹൗസ് ചർച്ചസ് ആണ് നല്ലത്. ഭീമൻ ചർച്ചിൽ ആരോ വന്നു പോകുന്നു, അല്ലേ? എപ്പോഴും അതാണ് നല്ലത്. നമുക്ക് ആത്മീയമായിട്ട് വളരാൻ ഏറ്റവും നല്ലത് ഹൗസ് ചർച്ചസ്. 8 or 10 കുടുംബങ്ങൾ, അല്ലെങ്കിൽ 5 or 6 കുടുംബങ്ങളുള്ള ചെറിയ ചെറിയ ചർച്ചകൾ. നമുക്ക് അവരെ പരസ്പരം അറിയാം. ഹല്ലേലൂയ. ഇപ്പൊ എന്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാൻ പറ്റും, വ്യക്തികളെ ഓർക്കാൻ പറ്റും. അതൊക്കെയാണ് കൂട്ടായ്മ. അങ്ങനെയാണ് നമ്മൾ ആത്മീയമായിട്ട് വളരുന്നത്. ലിജോയുടെ ഒരു പ്രശ്നം ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ലിജോയ്ക്ക് അതിനകത്തൊരു വിടുതൽ ലഭിക്കുന്നത്. ലിജോയും കുടുംബം എൻ്റെ ഒരു പ്രശ്നം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കുടുംബ പ്രാർത്ഥനയിൽ, അവരുടെ പേഴ്സണൽ പ്രയറിൽ ഓർക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കണം. അങ്ങനെ നമുക്ക് പരസ്പരം, കാരണം നമുക്ക് പ്രബോധിപ്പിക്കണമെങ്കിൽ സഭയില് മറ്റുള്ള വ്യക്തികളെ, നമ്മുടെ കൂട്ടായ്മയിലുള്ളവരെ നാം അറിഞ്ഞിരിക്കണം. കൂട്ടായ്മകളിൽ ശക്തിയുള്ള വിശ്വാസിയുണ്ട്, ബലഹീന വിശ്വാസിയുണ്ട്. ബലഹീന വിശ്വാസിയെ മനസ്സിലാക്കുവാനും അവനെ താങ്ങാനും അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ സാധിക്കണമെങ്കിൽ നമ്മൾ നമുക്ക് അവനെ അറിഞ്ഞിരിക്കണം. അറിയത്തില്ല എങ്കിൽ പിന്നെ എങ്ങനെ ബലഹീന വിശ്വാസിയാ പുതുവിശ്വാസിയാന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് എപ്പോഴും നല്ലത് ഹൗസ് ചർച്ചസ് ആണ്. ഈ പുതിയ നിയമ ലേഖനങ്ങൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ഇതിന്റെ കാലം, ഇതിന്റെ സാഹചര്യം, പിന്നെ എങ്ങനെയാ റോമിൽ ചർച്ച ഉണ്ടായത്, പിന്നെ എഴുതാനുള്ള ഒരു സാഹചര്യം എന്താണ് എന്നുകൂടെ ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞ് നമുക്ക് ഈ ആമുഖം അങ്ങ് അവസാനിപ്പിക്കാം. പുതിയ നിയമ ലേഖനങ്ങളെല്ലാം എഴുതാനായിട്ടൊരു സാഹചര്യം ആ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. അതുപോലെ ഒരു സാഹചര്യം ഈ റോമ ലേഖനം എഴുതുന്നതിനും അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ശ്ലീഹ ആ ഒരു സാഹചര്യത്തിൽ കടന്നുപോയി, അല്ല ആ സാഹചര്യം ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് ഈ റോമ ലേഖനം എഴുതുന്നത്. ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചല്ലോ, റോമാലേഖനം 15-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ യെരൂശലേമിലേക്കും, എവിടെ നിന്ന്? കൊറിന്തിലാണ്. ഈ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ കൊറിന്തിൽ നിന്ന് യെരൂശലേമിലേക്കും തുടർന്ന് റോമിലേക്ക് നിങ്ങളെ വന്ന് കാണുവാനും അവിടുന്ന് നിങ്ങളാൽ യാത്ര അയക്കപ്പെട്ട് സ്പാനിയയിലേക്ക് പോകുവാനും ആഗ്രഹിക്കുന്നു. താൻ ഈ യെരൂശലേമിലേക്ക് പോകുമ്പോൾ തന്റെ കയ്യിൽ മക്കെദോന്യ സഭകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു ധർമ്മശേഖരം എന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. യെരൂശലേമിലെ യഹൂദ വിശ്വാസികൾക്ക്, യഹൂദ മതത്തിൽ നിന്ന് കടന്നു വന്ന വിശ്വാസികൾക്ക് നൽകുവാനായിട്ടുള്ള ഒരു ധർമ്മശേഖരം, ഒരു എക്കണോമിക്കൽ ഫണ്ട് എന്റെ കയ്യിലുണ്ട്. അപ്പൊ അത് അവർക്ക് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ
അതിനെ വെച്ചുകൊണ്ട് അപ്പസ്തോലൻ റോമയിലെ വിശുദ്ധന്മാരോട്, സഭയിലെ വിശ്വാസികളോട് പ്രാർത്ഥിക്കുക, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നും കൂടി അറിയിക്കാനും കൂടി ഈ ലേഖനം എഴുതുന്നത്. എന്തുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? കാരണം അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് യെരൂശലേമിലെ സഭയ്ക്ക് അത്ര സമ്മതനായിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല. കാരണം അപ്പസ്തോലൻ ജാതിയരെ സഭ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് ദേവാലയം അശുദ്ധമാക്കുന്നു എന്നൊക്കെ അവര് പറഞ്ഞ് അപ്പസ്തോലിനെതിരെ ഒരു സംഘം ഉണ്ടായിരുന്നു. അപ്പോ താൻ യെരൂശലേമിലേക്ക് പോകുമ്പോൾ ഇവരാൽ താൻ ആക്രമിക്കപ്പെടാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. അതിൽ നിന്ന് ദൈവം എന്നെ കാത്തു സൂക്ഷിക്കണം. 2, ഞാൻ ഈ ധർമ്മശേഖരം ഇവർക്ക് കൊടുക്കുമ്പോൾ, അതായത് യഹൂദ മതത്തിൽ നിന്ന് വന്ന ദൈവവിശ്വാസികൾ, കർത്താവിൽ വിശ്വസിച്ച് സഭയിലേക്ക് കടന്നു വന്നവർക്ക് താൻ അത്ര സമ്മതനായ അല്ലാത്തത് കൊണ്ട് താൻ കൊടുക്കുന്ന ഈ ധർമ്മശേഖരം അവർ സ്വീകരിക്കുമോ എന്നുള്ളൊരു സംശയവും അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് 2 കാര്യങ്ങളെയും ഓർത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി, നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ, സമയമില്ലാത്തത് വായിക്കുന്നില്ല, ആ ഭാഗങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ കാര്യങ്ങളെ ഓർത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റൊരു കാര്യം 15-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 15-ന്റെ 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ സഹോദരന്മാരെ, യഹൂദയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും യെരൂശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്നു നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം എന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ആമേൻ. സ്തോത്രം. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അവരോട് പറയാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2ാമത്തെ ഒരു കാരണം സാഹചര്യം, ഞാൻ പറഞ്ഞല്ലോ, റോമിലെ സഭയില് ജാതീയരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരുമുണ്ട് സഭയിൽ. ഇതുപോലൊരു ഹൗസ് ചർച്ച് ആണെങ്കിൽ ചില ആൾക്കാർ ജാതീയ വിശ്വാസത്തിൽ നിന്നവര്, ചിലര് യഹൂദനായിരുന്നു, യഹൂദ വിശ്വാസത്തിൽ നിന്ന് വന്നവര്. 2 ഗ്രൂപ്പും സഭയിൽ ഇരിക്കുന്നു. അപ്പൊ ഈ 2 ഗ്രൂപ്പിൽ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും പഴയത് പലതും ഇപ്പോഴും അവർ വിടാൻ സാധിച്ചിട്ടില്ല. തനിക്ക് പണ്ടുണ്ടായിരുന്ന പലതും നമ്മുടെ സഭകളിലും നമ്മുടെ ഗ്രൂപ്പുകളിലും ഇങ്ങനെയുണ്ട് അല്ലേ. രക്ഷിക്കപ്പെട്ടെങ്കിലും ഞാൻ അവിടുത്തെ ആ വീട്ടിലെ ആളായിരുന്നു എന്നൊക്കെ ഇപ്പോഴും പറയുന്നവരൊക്കെ. ഞാൻ ആ ഫാമിലിയിലെ ആളാണ്. നമ്മൾ ചെറിയ ഊറ്റം കൊള്ളൽ അല്ലേ, ഞാൻ അവിടുത്തെ ഇന്ന ഫാമിലിയിലെയാണ് എന്ന് പറഞ്ഞതുപോലെ യഹൂദന്മാർ അവര് മോശയുടെ ന്യായപ്രമാണമൊക്കെ ലഭിച്ച ഒരു ഹയർ ക്ലാസ്, ജാതികളിൽ നിന്ന് വന്നവര് ലോവർ ക്ലാസ്. ഇങ്ങനെ ഒരു വ്യത്യാസം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിന്റെ ക്ലാഷ് അവർ തമ്മിലുണ്ടായിരുന്നു. ആ വ്യത്യാസത്താൽ അവരുടെ ആ കൂട്ടായ്മകളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഇതിന്റെ 12-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ, ഈ റോമാലേഖനത്തിന്റെ 12-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം രക്ഷിക്കപ്പെട്ടവൻ തന്റെ പ്രാക്ടിക്കൽ ലൈഫില്, ഞാൻ പുസ്തകത്തിന്റെ വിഭജനം നമുക്ക് അടുത്ത ആഴ്ച പറയുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ പുസ്തകം എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് വായിച്ചാൽ തന്നെ മനസ്സിലാവും കൃത്യമായിട്ട്. അത് നമുക്ക് അടുത്ത ആഴ്ച അതിനെ കുറിച്ച് ചിന്തിക്കാം. ഇവിടെ 12-ാം അധ്യായത്തിൽ പറയുക, നമ്മുടെ സമൂഹ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം, കുടുംബ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം, സഭയിൽ നാം എങ്ങനെയായിരിക്കണം, രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ നാം എങ്ങനെയായിരിക്കണം, രാഷ്ട്ര നിയമത്തോടുള്ള ബന്ധത്തിൽ നാം എങ്ങനെയായിരിക്കണം, സഭയുടെ നിയമത്തോടുള്ള ബന്ധത്തിൽ നാം എങ്ങനെയായിരിക്കണം, ഇതെല്ലാം കൃത്യമായിട്ട് പുസ്തകം പറയുക. അപ്പൊ അങ്ങനെ ഒരു ക്ലാഷ് അവരുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഉച്ചനീചത്വം. ഞങ്ങൾക്ക് ഇന്നത് തിന്നാം, ഇന്നത് തിന്നത്തില്ല. ജാതീയനായി വന്നവൻ എന്തും കഴിക്കാം, അവനത് പ്രശ്നമില്ല. പക്ഷെ യഹൂദന് എല്ലാം കഴിക്കാൻ പറ്റില്ല. ഗലാത്യ ലേഖനം വായിച്ചിട്ടുണ്ടല്ലേ? ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ അപ്പസ്തോല പ്രവർത്തികളിൽ ഒരു സുന്നഹോസ് കൂടുന്നുണ്ട് അല്ലേ? ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, യഹൂദ വിശ്വാസത്തിൽ നിന്ന് വന്നവർ, യഹൂദരിൽ നിന്ന് വന്നവർ പറയുന്നുണ്ട്, കർത്താവ് യേശുക്രിസ്തുവിനാൽ കാൽവരി മരണത്താലുള്ള രക്ഷയൊക്കെ ഓക്കെ, പക്ഷെ ഈ രക്ഷ പൂർണ്ണമാകണമെങ്കിൽ ഞങ്ങൾ മുൻപ് മോശയിൽ നിന്ന് തുടർന്ന് വന്നുകൊണ്ടിരുന്ന പരിശീലനം വയ്ക്കണം.
ഇതിന്റെ പേരിൽ ഒരു ക്ലാഷ് ഉണ്ടാവുന്നു. ആ ക്ലാഷിന്റെ പുറത്താണ് അപ്പോസ്തലനായ പൗലോസും ബർണബാസും കൂടെ യെരുശലേമിലെ കൗൺസിലിലേക്ക് 15-ാം അധ്യായത്തിലാണ് എനിക്ക് തോന്നുന്നു. ഇതേപോലെ ക്ലാഷ് ഈ റോമാ സഭയിലും ഉണ്ടായിരുന്നു. അപ്പൊ അതിന് അവർക്കൊരു കൃത്യമായ ദൈവവചനത്തെക്കുറിച്ച്, ദൈവം എന്താണ് തന്റെ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, സഭയിലെ ദൈവമക്കൾ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായ ഉപദേശം റോമാലേഖനത്തിലൂടെ താൻ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ റോമാലേഖനത്തില് നമ്മളൊരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഈ റോമാലേഖനത്തില് മുഖ്യ പ്രതിപാദ്യ വിഷയം ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കുന്ന രക്ഷാ പദ്ധതി. 16 അധ്യായമുള്ള ഈ റോമാലേഖനത്തിൽ 60-ലധികം പ്രാവശ്യം വിശ്വാസം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, നീതീകരണം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ജസ്റ്റിഫിക്കേഷൻ ഓഫ് റൈറ്റ്യസ്നെസ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ ഈ പുസ്തകത്തിന്റെ മുഖ്യ വിശ്വാസത്താലുള്ള നീതീകരണം. അപ്പോസ്തലനായ മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ നമ്മുടെ കർത്താവിന്റെ ഈ ലോകത്തിലെ ജനന, പരസ്യ ജീവിത, മരണ, അടക്ക, പുനരുത്ഥാനത്തെ കുറിച്ച് വിവരിക്കുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ സുവിശേഷം എന്ന് വിളിക്കപ്പെടുന്ന റോമാലേഖനത്തിലൂടെ അപ്പോസ്തലൻ പറയുക, നമ്മുടെ കർത്താവിന്റെ ഈ ലോകത്തിലേക്കുള്ള വരവും ജനന, പരസ്യ ജീവിത, മരണ, അടക്ക, പുനരുത്ഥാനം എനിക്കെങ്ങനെയാ പ്രയോജനപ്പെടുന്നതെന്നാണ് റോമാലേഖനം പറയുന്നത്. അതെങ്ങനെയാ എനിക്ക് പ്രയോജനപ്പെടുന്നത്, അതെങ്ങനെയാ എനിക്ക് ഉപകാരമായി തീരുന്നത് എന്ന റോമാലേഖനം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, എബ്രായ ലേഖനത്തിൽ നാം വായിച്ചല്ലോ, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമ്മൾ ഈ ലേഖനം പഠിച്ച് തുടങ്ങുമ്പോൾ നമ്മളൊരു ആമുഖം മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. വിശ്വാസത്താലാ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്, വിശ്വാസത്താലാ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയരെ, ജനനം വിശ്വാസത്താലാണെങ്കിൽ മരണം വരെയുള്ള നമ്മുടെ ഈ ലോകത്തിലെ നടപ്പും വിശ്വാസത്താലായിരിക്കണം. വിശ്വാസത്താൽ ജനിച്ച് വിശ്വാസത്താൽ നടന്ന് വിശ്വാസത്തിൽ മരിക്കണം. ആ നാട്ടുകാരെ പറഞ്ഞ ക്രിസ്തുവിൽ ജനിച്ചോരെ, ക്രിസ്തുവിൽ വളർന്നോരെ, ക്രിസ്തുവിൽ മരിപ്പോരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇതിനിടയ്ക്ക് നമ്മളിൽ വന്നു ചേരുന്ന ഒരു പ്രശ്നം എന്നുള്ളത് വിശ്വാസത്താൽ തുടങ്ങി പ്രവൃത്തിയിൽ ചെന്ന് അവസാനിക്കരുതേ. കണ്ണടയ്ക്കാം. നമ്മളൊരല്പം ഒരു 2 മിനിറ്റ് ഒന്ന് ചിന്തിക്കാനായിട്ടാ. ഞാൻ എന്റെ വിശ്വാസ ജീവിതം, എന്റെ ഈ ആത്മീയ ജീവിതം, കർത്താവിനോടൊപ്പമുള്ള നടപ്പ് ഞാൻ തുടങ്ങിയത് വിശ്വാസത്താലാ, കൃപയാൽ വിശ്വാസത്താൽ തുടങ്ങി. പക്ഷെ ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വിശ്വാസത്തിൽ തന്നെയാണോ എന്റെ ജീവിതം തുടർന്നുകൊണ്ട് പോകുന്നത്, അതോ യാന്ത്രികമായി പോയോ എന്റെ ജീവിതം? എന്തൊക്കെയോ ഒക്കെ ചെയ്ത് കൂട്ടുന്നു, ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു. നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ട് ടിക്ക് ചെയ്ത് പോകുന്ന പോലെ രാവിലെ ഇരുന്നത് അങ്ങനെ ആയി പോയോ കർത്താവേ? വിശ്വാസത്താലാണ് ഇത് തുടരുന്നതെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്തെ നമ്മൾ ദിനവും അനുഭവിക്കും. കാരണം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവിനെ നോക്കി ആരംഭിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ആ കർത്താവിനെ നോക്കി തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. കർത്താവ്, ഞാൻ എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, എന്റെ ബലത്തിലേക്ക്, എന്റെ ശക്തിയിലേക്ക് ഞാൻ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, കർത്താവ് എന്നെ തിരികെ കൊണ്ടുവരണേ. ഈ ലേഖന പഠനം എന്റെ ആദ്യകാലത്തെ എന്റെ ആ ആവേശവും എന്റെ ആ ആനന്ദവും തിരികെ കൊണ്ടുവരുവാൻ സഹായിക്കണേ അപ്പാ.
ഞാൻ വീണ്ടും ജനിച്ച സമയത്ത് എനിക്കുണ്ടായിരുന്ന ആവേശവും ആഗ്രഹവും തിരികെ കൊണ്ടുവരാൻ കർത്താവിനെ സഹായിക്കണേ. ഹല്ലേലൂയ. പരിശുദ്ധമേ സ്തോത്രം. നന്ദി അപ്പാ, സ്തോത്രം. ഹല്ലേലൂയ. അവൻ യേശുവെ സ്തുതിക്കുന്ന അപ്പാ, സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധമേ നന്ദി കർത്താവേ, സ്തുതിക്കുന്ന അപ്പാ. ഹല്ലേലൂയ. നന്ദി യേശുവേ, സ്തുതിക്കുന്ന അപ്പാ, സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധമേ സ്തുതിക്കുന്ന അപ്പാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധമേ കർത്താവേ, പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക്